മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കരമന അഖിൽ വധക്കേസിൽ നേരിട്ട് പങ്കുള്ള 2 പ്രതികൾ കൂടി പോലീസ് പിടിയിലായി. അഖിൽ എന്ന അപ്പു, വിനീത് രാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മർദ്ദനമേറ്റ് റോഡിൽ വീണ അഖിലിൻ്റെ ദേഹത്തേക്ക് കല്ലെടുത്തിട്ടത് ഈ വിനീത് രാജാണ്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുൾപ്പെടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇപ്പോൾ 6ആയി. 2019 അനന്തു വധക്കേസിൽ ഉൾപ്പെട്ട 2 പ്രതികളാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ. 1 മിനിറ്റിൽ ജീവനെടുത്ത ക്രൂരതയായിരുന്നു കരമന അഖിൽ കൊലപാതകം. ആയുധങ്ങളൊന്നും കരുതാതെ എത്തിയ 4 സംഘം കയ്യിൽ കിട്ടിയ കമ്പും വടിയും ഉപയോഗിച്ച് ശരീരം മുഴുവൻ അടിച്ചു തകർത്തു. മരണമുറപ്പിക്കാൻ കോൺക്രീറ്റ് കട്ട പലതവണ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആഴ്ചകൾ നീണ്ട ആസൂത്രണമാണ് പൈശാചിക കൊലപാതകത്തിനും പിന്നിൽ. ബാറിലേക്ക് കയറുമ്പോൾ വാതിലിൽ നിന്ന് മാറിക്കൊടുക്കാത്തതിലെ തർക്കമാണ് കരമനയിൽ ജീവനെടുത്തത്. പ്രതികാരം തീർക്കാൻ പ്രതികൾ കൊല്ലപ്പെട്ട അഖിലിന്റെ താമസ സ്ഥലവും ദിനചര്യയും നിരീക്ഷിച്ച് മനസ്സിലാക്കി. ഒരാഴ്ച നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ അഖിലിനെ തേടിയെത്തിയത്. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് ആകെ 6 പ്രതികൾ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അഖിൽ എന്ന അപ്പു തമിഴ്നാട്ടിൽ നിന്നും, വിനീത് രാജ് രാജാജി നഗറിൽ നിന്നും പിടിയിലായി. കൊലയാളി സംഘത്തിനായി ഇന്നോവ കാർ ഓടിച്ച അനീഷാണ് മറ്റൊരു പ്രതി. ഗൂഢാലോചന നടത്തിയ ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരും അറസ്റ്റിലായി. അറസ്റ്റിലായ പ്രതികളിൽ ഹരിലാലും കിരൺ കൃഷ്ണയും 2019 അനന്തു വധക്കേസിലെയും പ്രതികളാണ്. ജാമ്യത്തിലുള്ള ഇവർ കോടതിയിൽ ഹാജരായി മടങ്ങിയെത്തിയ ശേഷമാണ് കൊലപാതകത്തിന് കൂട്ടുനിന്നത്. അനന്തു ഗിരീഷ് എന്ന യുവാവിനെ ക്രൂര പീഡനത്തിനിരയാക്കി കൊന്നവർ തന്നെ 5 വർഷത്തിന് ശേഷം അഖിലെന്ന ചെറുപ്പക്കാരന്റെയും ജീവനെടുത്തു. ദേശീയപാതയിൽ നിറമൺകരയ്ക്ക് സമീപമുള്ള കാടുപിടിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന മൃഗീയമായി മർദ്ദിച്ചാണ് 2019 അനന്തുവിനെ കൊലപ്പെടുത്തിയത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പ്രതികൾ അനന്തുവിന്റെ 2 കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകൾ മുറിച്ചു. കണ്ണുകളിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു. തലയ്ക്ക് കല്ലുകൊണ്ടടിക്കുകയും കാലിലെ മാംസം മുറിച്ചു മാറ്റുകയും ചെയ്തു. അനന്തു ജീവന് വേണ്ടി പിടയ്ക്കുമ്പോൾ ചുറ്റും നിന്ന ഹാപ്പി ബർത്ത്ഡേ പാടി അട്ടഹസിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച പ്രതികൾ ക്രൂരതയാസ്വദിച്ചു. കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെയാണ് പ്രതികൾ ജാമ്യത്തിലിറങ്ങിയത്. തുടർന്ന് തലസ്ഥാന നഗരത്തിൽ വീണ്ടും അരുംകൊല അരങ്ങേറി. ബാറിലെ തർക്കത്തിന്റെ പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം കഴിഞ്ഞ 5 വർഷത്തിനിടെ നടന്നത് 70-ലധികം ഗുണ്ടാക്രമണങ്ങൾ. ഇതിൽ കൊല ചെയ്യപ്പെട്ടത് 3 പേർ. ഒടുവിലത്തെ ഇര കരമനയിൽ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ട അഖിൽ. കൊടും ക്രിമിനലുകൾ നഗരം വാഴുമ്പോൾ എന്ന് തീരും ഈ മരണക്കളി? MG പ്രതീഷ്, 24 തിരുവനന്തപുരം. എല്ലാ പ്രതികളെയും എത്രയും വേഗം പിടിക്കട്ടെ. അത്ര നിർദ്ദയമായ കൊലപാതകമാണ് നഗരത്തിൻ്റെ മധ്യത്തിൽ തിരുവനന്തപുരത്ത് കരമനയിൽ അരങ്ങേറിയത്. ചെറിയൊരു വാക്കേറ്റമാണ് ഇത്തരമൊരു അരും കൊലയ്ക്ക് ഇവരെ പ്രേരിപ്പിച്ചതെന്നറിയുമ്പോൾ മയക്കുമരുന്നിൻ്റെയും അതുപോലെ MDMA ഒക്കെ സ്വാധീനത്തിലാണ് ചിലപ്പോൾ ഇവരെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്തായാലും ഇവരെയൊക്കെ നമുക്ക് വെളിച്ചം കാണിക്കാൻ കഴിയില്ല പുറത്ത്. അത്ര കൂടുതൽ അപകടകരമായ ജീവിതശൈലി തിരഞ്ഞെടുത്ത ആളുകളാണ് ഇവരൊക്കെ.